ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെമ്പാവരി പുട്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഞാനും അബിക്കുട്ടൻ പല്ല് തേച്ചിട്ട് പുട്ട് കഴിക്കുകയാണ്. ഒരു 9 മണിയൊക്കെ ആയി പുട്ട് കഴിച്ചിട്ട്. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ആപ്പിൾ കട്ട് ചെയ്ത് ഞാൻ അബിക്കുട്ടൻ്റെ പകുതി കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ഊണെന്ന് വെച്ചാൽ നമുക്ക് അയലമീൻ കറിയാണ്, പിന്നെ പപ്പായ തോരനുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലുള്ള പപ്പായ തന്നെയാണ്, പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ സൈഷേട്ടൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് സൈഷേട്ടൻ്റെ അച്ഛൻ കുറച്ച് ചോക്ലേറ്റ് അബിക്കുട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ 2 ചോക്ലേറ്റ് അബിക്കുട്ടൻ എനിക്ക് തന്നു. നിറയെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ചോക്ലേറ്റ് ഞാൻ കഴിച്ചു. അബിക്കുട്ടൻ ബാക്കി കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ഞങ്ങൾക്ക് ഈ മുറുക്കും പിന്നെ ബിസ്ക്കറ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ മുടി കണ്ട് പേടിക്കരുത്, കാരണം ഞാൻ കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ മുടിയെല്ലാം ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ പറമ്പിൽ പോയിട്ട് മാങ്ങ അടത്തുവാണ് കേട്ടോ. 3 മാവുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാവിൽ ഇങ്ങനെ അച്ചാറിടാൻ വേണ്ടി കുറച്ച് മാങ്ങയാണ് അടത്താൻ നിന്നത്. പക്ഷേ സൈഷേട്ടൻ ഒരു കൊല പിടിച്ചിന് കുളിക്കപ്പോൾ നിറയെ മാങ്ങ വന്ന് വീണിട്ട് കേട്ടോ. പിന്നെ വീട്ടിൽ ഞങ്ങൾ അടുക്കളയോട് ചേർന്ന മാവുണ്ട്. അതിൽ നിന്ന് പിന്നെ ആ തോട്ടം എടുത്തിട്ട് അമ്മ പിന്നെ മാങ്ങ അടത്തുവാണ്. അങ്ങനെ ഞങ്ങൾ നിറയെ മാങ്ങ അടത്തി. പിന്നെ അയൽക്കാർക്ക് കുറച്ചൊക്കെ കൊടുത്തു. അതിൽ കുറച്ചെടുത്തു, ഒരു 4-5 എണ്ണം എടുത്ത് ഞങ്ങൾ അച്ചാറിടാനായിട്ട് എടുത്തു. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, മീൻകറിയിലൊക്കെ ഇടാനായിട്ട്. അങ്ങനെ രാത്രി ഞങ്ങൾ അച്ചാറിട്ടു. അപ്പോൾ രാത്രിത്തെ ഊണിന് നമുക്ക് മാങ്ങാച്ചാറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് അയല വറുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂട്ടി ഞങ്ങളൊരു 8 മണിയായപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഒരു ഏത്തക്കയുടെ പകുതി കഴിച്ചു കേട്ടോ. ബാക്കി പകുതി സൈഷേട്ടനാണ് കഴിച്ചത്. ഒരു ഏത്തക്ക ഫുള്ളും ഞാൻ കഴിക്കത്തില്ല. പിന്നെ വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.